ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് MOH എക്സാം എഴുതിയ ആളുകൾക്ക് കിട്ടിയ ഇവാലുവേഷൻ ലെറ്ററിന്റെ വാലിഡിറ്റിയെ കുറിച്ചാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഇവാലുവേഷൻ ലെറ്ററിൽ അതിന്റെ വാലിഡിറ്റി കൃത്യമായി മെൻഷൻ ചെയ്തിരുന്നു, 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ്. ഇപ്പൊ റീസെന്റ് ആയിട്ടൊക്കെ MOH ഇവാലുവേഷൻ എക്സാം എഴുതിയവർക്ക് അറിയാം, അവരുടെ ഇവാലുവേഷൻ ലെറ്ററിനകത്ത് അതിന്റെ എക്സ്പയറി ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ പലർക്കും ഒരു സംശയമാണ്, ഇതിന്റെ വാലിഡിറ്റി 5 വർഷമാണോ ലൈഫ് ടൈം ആണോ എന്നുള്ളത്. ഈ രണ്ട് കേസിലും ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഗ്യാപ്പ്, നിങ്ങൾ ഡാറ്റ ഫ്ലോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിലെ എൻഡ് ഡേറ്റ് മുതൽ 2 വർഷം നിങ്ങളുടെ ഗ്യാപ്പ് ഓഫ് പ്രാക്ടീസ് വരുന്നതിന് മുന്നേ നിങ്ങൾ MOH ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ എക്സാം എഴുതിയത് 2024 ജനുവരി ആണ് വിചാരിക്കുക. നിങ്ങൾ 2023 ഡിസംബർ വരെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഡാറ്റ ഫ്ലോക്ക് കൊടുത്തത്. അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ജനുവരിയിൽ എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ 2023 ഡിസംബർ മുതൽ 2 വർഷം, അതായത് 2025 ഡിസംബറിന്റെ മുന്നേ നിങ്ങൾ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്തിരിക്കണം നിങ്ങളുടെ ഇവാലുവേഷൻ ലെറ്ററിലുള്ള ഇവാലുവേഷൻ നമ്പർ വെച്ചിട്ട്. അങ്ങനെ നിങ്ങൾ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ 2023 2022 എക്സാം പാസ്സായി, അതിന്റെ വാലിഡിറ്റി 2027 വരെ ഉണ്ട്, ഞാൻ അതിന്റെ ഉള്ളിൽ UAE പോയിട്ട് ജോലി അന്വേഷിച്ച് എവിടെയെങ്കിലും ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യുക എന്ന് വിചാരിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കേസുകളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നാട്ടിൽ നിന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ലൈസൻസ് നിങ്ങളുടെ ഗുഡ് സ്റ്റാൻഡിങ് പുതിയതൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ ഡാറ്റ ഫ്ലോ റിപ്പോർട്ടിനകത്ത് ഈ എക്സ്പീരിയൻസ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് UAE ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. ഇനി നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾ ഇവാലുവേഷൻ ലെറ്റർ 5 വർഷം ആവാനായി നിങ്ങൾ UAE വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ UAE എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ഇത് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വീണ്ടും എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതി പുതിയ ഇവാലുവേഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ 1 വർഷം മുന്നേ അല്ലെങ്കിൽ 2 വർഷം മുന്നേ ഒക്കെ എക്സാം എഴുതി പാസ്സായി, ഇവാലുവേഷൻ ലെറ്റർ ഉണ്ട് കയ്യിൽ, നിങ്ങൾ ഇതിന്റെ വാലിഡിറ്റി 5 വർഷം ഉണ്ട്, അതിനകത്ത് എവിടെയെങ്കിലും ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, അതിനുശേഷം നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസും ഇല്ല, UAE ഇതുവരെ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ചെയ്യാനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 to 6 മാസം വരെ നിങ്ങൾ UAE ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യണം, ഏതെങ്കിലും ഫാർമസിയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം. എന്നതിന് ശേഷം ആ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡാറ്റ ഫ്ലോയിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ ഇവാലുവേഷൻ ലെറ്റർ വെച്ചിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് പ്രൊഫഷൻ അല്ലെങ്കിൽ ഫാർമസി ടെക്നീഷ്യൻ പ്രൊഫഷനിൽ ലൈസൻസ്